Consider a solid sphere. Consider a solid sphere of mass m. Consider a solid sphere of mass m. Consider a solid sphere of mass m and radius a and radius a, rolling over an equivalent plane with an inclination alpha. Equivalent plane with an inclination alpha and the inclined plane is moving on a horizontal plane. Moving on a horizontal plane, as shown in the figure. Construct the Lagrangian. ഒരു inclined plane with inclination alpha ഒരു ഹൊറിസോണ്ടൽ സർഫസിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിലൂടെ ഒരു സ്പിയർ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് a റോൾ ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മോഷൻ ഉണ്ട്. ഇതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒരു ഇത് കാണിച്ചിട്ടുണ്ട്, ഒമേഗ. ആൻഡ് ഈ ദൂരം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം r എന്ന് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കണമെന്നില്ല. ഒന്നല്ലേ അങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു r ഡോട്ട് ഇട്ടാലും മതി. ഈ ദൂരം r ആണെങ്കിൽ കറസ്പോണ്ടിങ് വെലോസിറ്റി r ഡോട്ട്. Then find Lagrange. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻ എ ഹാഫ്, ഇതിന്റെ മാസ് ക്യാപിറ്റൽ M. ഇതിന്റെ മാസ് ക്യാപിറ്റൽ M, മറ്റേ സ്മോൾ മാസ്. ഓപ്ഷൻസ് L equal to half capital M x dot square plus half small m r dot square
പ്ലസ് mg sin alpha. Option B, half mx dot square plus half small m x dot square plus r dot square plus mgr sin alpha. ഫിഗർ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. ഓക്കെ, ഈ ദൂരമാണ് കേട്ടോ 6. മുകളിൽ നിന്ന് ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 6. ഓക്കെ, then option C, half mx dot square plus half small m, ഇത് ക്യാപിറ്റൽ M മറ്റേ സ്മോൾ m, x dot square plus r dot square plus 2x dot r dot cos alpha. Plus mgy sin alpha. ഒരു ഓപ്ഷനും കൂടെ, ഓപ്ഷൻ ഡി, half m x dot square plus half m x dot square plus r dot square plus 2x dot r dot cos alpha plus 1/5 into small m r dot square plus mgy sin alpha. ഇത് പ്യുവർ റോളിംഗ് ആണ്. ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഏത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്യുവർ റോളിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യട്ടോ, ഞാൻ ചെയ്തില്ല. ജിബി എവിടം വരെ ചെയ്തു? ആ, എന്നാ ചെയ്തോ. ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോണ്ടോ? അഷ്മിന, തമ്യോർജിൻ വേണം, വേണ്ടി വരുമായിരിക്കും. തമ്യോർജിൻ ഇല്ലാതെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം. ഓക്കെ, തമ്യോർജിൻ വേണം, തമ്യോർജിൻ എടുത്ത് ചെയ്തോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല ഇതുവരെ അഷ്മിന? മുഹസിന മൻസൂർ അലി അവിടെ വരുന്നത്. മുഹസിന, മുഹസിന ഇല്ലേ? മുഹസിന സുനു മൈക്കൊന്നാണേക്ക്. ആ, മുഹസിന സുനു മൈക്കൊന്നാണക്ക്. നമുക്കിവിടെ 2 മാസം, ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും. ഇതെങ്ങനെ ചെയ്യുക? ഇതേ ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാം. ഇതിൽ ടമ്യോർജിൻ എടുക്കണം.
ഓക്കെ. ഇതില് ഡമ്മി ഒറിജിൻ എടുക്കണം. ഇതിനകത്തെ നമുക്ക് 2 മാസം ക്യാപിറ്റൽ എം സ്മോൾ എം. ക്യാപിറ്റൽ എമ്മിന് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. സോ എക്സ് എടുക്കാം. അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയറിന് എടുക്കാം. ഇതിന് നമ്മൾ ഇവിടെ ഒരു ഇവിടെയാണ് നമ്മൾ ഒറിജിൻ എടുക്കാന്ന് വയ്ക്കുക. ഒറിജിനൽ ഒറിജിൻ. ദെൻ നമ്മൾ ഈ മാസിൽ ഒരു പോയിന്റ് എടുക്കുന്നോണ്ടേ ഞാൻ ഈ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഈ ക്യാപിറ്റൽ എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇല്ല. അതായത് അവര് സെന്റർ ഓഫ് മാസ് നമ്മൾ അല്ലെങ്കിൽ ഒറിജിൻ എടുത്തിരിക്കുന്നത് സെന്റർ ഓഫ് മാസിന് അടുത്താണെന്ന് കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എമ്മിന് പൊട്ടൻഷ്യൽ എനർജി ഒന്നും അവർ എഴുതാത്തത്. ക്യാപിറ്റൽ എമ്മിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. സോ ബി ഈക്വൽ ടു 0. നമുക്ക് ക്യാപിറ്റൽ എമ്മിന് പൊട്ടൻഷ്യൽ എനർജി കളയുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഈ ക്യാപിറ്റൽ എം മാസിന്റെ സെന്റർ ഓഫ് മാസ് ഒരു പോയിന്റ് ആയിരിക്കുമല്ലോ, അത് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കും. നമ്മൾ ഇവിടെ തന്നെ എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് കൺസിഡർ ചെയ്താൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. ക്യാപിറ്റൽ എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി ഒറ്റ ടേമിലും ഇല്ല ആൻസറിൽ. അപ്പൊ അവർ ആ ക്യാപിറ്റൽ എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി കളയാൻ വേണ്ടി ആ സെന്റർ ഓഫ് മാസിലാണ് റെഫറൻസ് പോയിന്റ് എന്ന് എടുത്തിട്ടുണ്ട്, അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ഇവിടെ തന്നെ എടുത്താൽ മതി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ക്യാപിറ്റൽ എമ്മിൽ ഒരു പോയിന്റ് ആണല്ലോ എന്തായാലും നമ്മൾ സെന്റർ ഓഫ് മാസ് എടുക്കുക. അല്ലെങ്കിൽ അവർ തരണം, ഇവിടെ എവിടെയെങ്കിലും ആണ് സെന്റർ ഓഫ് മാസ് എന്ന് തരണം, ഇതിന്റെ ദൂരം എല്ലാം തരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് റെഫറൻസ് പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, എം ജി എൽ. താഴെ ആയതുകൊണ്ട് മൈനസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഈ കേസിൽ ക്യാപിറ്റൽ എമ്മിന് പൊട്ടൻഷ്യൽ എനർജി എടുക്കണ്ട. നമ്മൾ ക്യാപിറ്റൽ എമ്മിന്റെ അകത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എമ്മിലുള്ള ഒരു പോയിന്റ് ആണ് റെഫറൻസ് പോയിന്റ് എടുക്കുക. ഒന്നല്ലെങ്കിൽ ഈ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഈ ഹൈറ്റില്. ഓക്കെ, അത് നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് ഒന്ന് ഡിസൈഡ് ചെയ്താൽ മതി. നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം ക്യാപിറ്റൽ എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി അവർ എടുത്തിട്ടില്ല. സോ അപ്പൊ അത് എങ്ങനെ കളയുമെന്ന് വെച്ചാൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് സെന്റർ നമ്മൾ എടുക്കുന്ന റെഫറൻസ് പോയിന്റിൽ നിന്ന് സെന്റർ ഓഫ് മാസ് വരെയുള്ള ദൂരമാണല്ലോ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ എടുത്ത റെഫറൻസ് പോയിന്റ് സെന്റർ ഓഫ് മാസിലാണെന്ന് വിചാരിച്ചാൽ മതി. അത്ര പ്രശ്നമൊന്നുമില്ല അത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ റെഫറൻസ് പോയിന്റ് എടുത്തു, ഈ ഹൈറ്റ്. സോ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0. ഇനി ഈ ചെറിയ മാസ് എടുക്കണം. ഈ ചെറിയ മാസിന് ഒന്ന് ഇതിങ്ങനെ റോള് ചെയ്ത് താഴത്തോട്ട് വരുന്നുണ്ട്, ഇല്ലേ? റോള് ചെയ്ത് ആ ചെറിയ മാസ് താഴത്തോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ക്യാപിറ്റൽ എമ്മിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ളതുകൊണ്ട്, എക്സ് ഡോട്ട് ഉള്ളതുകൊണ്ട് ഇതിലൊരു എക്സ് ഡോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് കേൾക്കണം. നമ്മളിവിടെ ഡമ്മി ഒറിജിൻ എടുത്തിട്ടില്ല. ഡമ്മി ഒറിജിൻ ഇത് പറയണെങ്കിൽ കുഴപ്പമില്ല. ഈ പ്രോബ്ലത്തിൽ ഡമ്മി ഒറിജിൻ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓക്കെ, എന്നാൽ നമുക്ക് ഡമ്മി ഒറിജിൻ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം, അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ
ഇത് നോക്കുക, ഈ ബോഡിക്ക്, ഈ ചെറിയ സ്മോൾ എം മാസ് ഉള്ള ബോഡിക്ക് രണ്ട് തരം റൊട്ടേഷൻ ഉണ്ട്, രണ്ട് തരം കൈനറ്റിക് എനർജി ഉണ്ട്. ഒന്ന് റോളിങ്, താഴത്തോട്ട് റോൾ ചെയ്ത് വരുന്നു. ഒന്ന് ഈ ക്യാപിറ്റൽ എം എന്ന മാസിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ളത് കൊണ്ട് അതിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവുമല്ലോ, ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇങ്ങനെ രണ്ട് തരം കൈനറ്റിക് എനർജി ഉണ്ട്. നമുക്ക് റോളിങ് ആദ്യം എഴുതാം. ടി ഈക്വൽ ടു റോളിങ്, പ്യുവർ റോളിങ് ആയതുകൊണ്ട് നമുക്കൊരു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹാഫ് സ്മോൾ എം ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. മുഹ്സിന് വീണ്ടും ഒന്ന് മൈക്കോണാക്കി. ഇവിടെ വി എന്താണെന്നാണ് ചോദ്യം. അതായത് നമുക്ക് രണ്ട് തരം വെലോസിറ്റി ഉണ്ട്, ഒന്ന് എക്സ് ഡോട്ട്, വേറൊന്ന് ആർ ഡോട്ട്. ഇവിടെ വി എന്ന് പറയുന്ന വെലോസിറ്റി എക്സ് ഡോട്ട് ആണോ ആർ ഡോട്ട് ആണോ? ആർ ഡോട്ട് ആണ്. പ്യുവർ റോളിങ്, റോള് ചെയ്യുന്ന ആ പോകുന്നതിന്റെ, നമ്മള് ഒരു ബോഡി റോള് ചെയ്ത് പോകുമ്പോ അത് പ്യുവർ റോളിങ് ആണെങ്കിൽ, ഇത് ഒമേഗ ഇതാണെങ്കിൽ, ഈ വെലോസിറ്റി ആണ് നമ്മൾ എടുക്കുക. അതാണ് ഈ വെലോസിറ്റി. അതായത് ഈ ആർ ഡോട്ട്, താഴത്തോട്ട് വരുന്ന വെലോസിറ്റി ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ. ഇതിന്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എത്രയാ? മനസ്സിൽ തന്നെ പറയും. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. മൂസിന 2/5. solid sphere. Okay, 1 plus 2/5, 7. 7/10 mv square എന്ന് കിട്ടും. Then ഇപ്പം ഈ ബോഡിയുടെ ഈ ഇത് നമ്മൾ എടുത്തു. ഇവിടെ തെറ്റിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? 2/5 തന്നെ അല്ലേ? സോളിഡ് സ്പിയർ 2/5, 1 plus 2/5, 7/5, 7/10. ഇതിന്റെ ഓപ്ഷൻ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. ദെൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതിന്റെ ഈ കൈനറ്റിക് എനർജി കൂടി എഴുതണം. ഓ, ഇത് ശരിയാവില്ല. ഇതിന്റെ അതൊരു തെറ്റുണ്ട്. തെറ്റല്ല, ക്വസ്റ്റ്യനിലല്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ തെറ്റുണ്ട്. ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? കൈനറ്റിക് എനർജി ഓക്കെ, റോളിങ്ങിന്റെ കൈനറ്റിക് എനർജി, മറ്റേത് ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ, ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചെയ്യാൻ ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ തന്നെ പറയാം, ചെയ്തു തരാം. അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറയാം. ഓക്കെ,
നിങ്ങൾക്ക് വെക്റ്റർ സം അറിയോ? വെക്റ്റർ എ, വെക്റ്റർ ബി, ഇത് തമ്മിലുള്ള ആംഗിൾ ആൽഫ, ഇതിന്റെ എഫക്റ്റീവ് വെക്റ്റർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ആൽഫയാണ്. ഇതാണ് വെക്റ്റർ സം. എഫക്റ്റീവ് വെക്റ്റർ ആർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ആൽഫ. ഇതൊന്ന് സൈഡിൽ എഴുതി വെക്കട്ടോ. എഫക്റ്റീവ് വെക്റ്റർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ആൽഫ. മറ്റേ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് എഴുതി വയ്ക്കുക. ഈ മോഡൽ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബോഡി റോൾ ചെയ്ത് വരുന്നു. താഴത്തോട്ടൊരു പ്യുവർ റോളിംഗ് ഉണ്ട്, ആർ ഡോട്ട്. ഇങ്ങോട്ടൊരു എക്സ് ഡോട്ട് ഉണ്ട്. അതായത് ഇത് തമ്മിൽ വെക്റ്റർ സം എടുക്കണം. ഇതിന്റെ എഫക്റ്റീവ് ആയിരിക്കും ആക്ട് ചെയ്യുക. ഇതിനൊരു റൊട്ടേഷണൽ മോഷൻ ഉണ്ട് ഒമേഗ. ഇതിനൊരു ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട് എക്സ് ഡോട്ട്. ഇത് ക്യാപിറ്റൽ എം, ഇത് സ്മോൾ എം. ക്യാപിറ്റൽ എം ഞാൻ ആദ്യം എഴുതുകയാണ്. ടി ഈക്വൽ ടു ഹാഫ് ക്യാപിറ്റൽ എം എക്സ് ഡോട്ട് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇതിന്റെ സെന്റർ ഓഫ് മാസിലാണ് എടുക്കുന്നത്, റെഫറൻസ് പോയിന്റ്, അതുകൊണ്ട് 0. സ്മോൾ എം ഞാൻ എടുക്കുകയാണ്. സ്മോൾ എമ്മിന് രണ്ട് തരം മോഷൻ ഉണ്ട്. ഒന്ന് റൊട്ടേഷണൽ മോഷൻ, രണ്ട് ട്രാൻസ്ലേഷണൽ മോഷൻ. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ഈ ബോഡിയിൽ രണ്ട് തരം ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ആ നേരത്തെ ഞാൻ ചെയ്ത മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. രണ്ട് തരം ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങോട്ടൊരു ആർ ഡോട്ടും ഉണ്ട്, ഇങ്ങോട്ടൊരു എക്സ് ഡോട്ടും ഉണ്ട്. ഇത് രണ്ടും കൂടെ വെക്റ്റർ സം എടുക്കണം. ഇതിന്റെ എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് 2r ഡോട്ട് എക്സ് ഡോട്ട്. ഇത് തമ്മിലുള്ള ആംഗിൾ, ഇത് ആൽഫ ആണെങ്കിൽ അതും ആൽഫ ആയിരിക്കും, കോസ് ആൽഫ. അങ്ങനെ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അതിന്റെ റൊട്ടേഷണൽ മോഷൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, which is equal to half I, moment of inertia of the solid spring, 2/5 mr square omega square. പ്യുവർ റോളിംഗ് ആണെങ്കിൽ ആർ ഒമേഗ, വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം. ഇവിടെ വി എന്ന് പറയുന്നത് ആർ ഡോട്ട് ആണ്. ദാറ്റ് ഈസ് ആർ ഡോട്ട് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം. ദെൻ നമ്മളുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ എന്ത് കിട്ടും? ടി ഈക്വൽ ടു 1/5 ഇൻറ്റു എം ആർ ഡോട്ട് സ്ക്വയർ. ദെൻ ഇതിന് ക്യാപിറ്റൽ എമ്മിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല, പക്ഷെ സ്മോൾ എമ്മിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മൾ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത് ഇതാണ്. സ്മോൾ എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വി ഈക്വൽ ടു, ഇത് ആറാണ്, ഇത് 90 മൈനസ് ആൽഫ ആയിരിക്കും. ദെൻ ഈ ദൂരം എന്ന് പറയുന്നത് കോസ് 90 മൈനസ് ആൽഫ, ദാറ്റ് ഈസ് സൈൻ ആൽഫ, ദാറ്റ് ഈസ് മൈനസ് എം ജി ആർ കോസ് 90 മൈനസ് ആൽഫ. ഇത് ആറാണ്, ഇത് 90 മൈനസ് ആൽഫ ആണ്. പിന്നെ ഈ ദൂരം എന്ന് പറഞ്ഞാൽ കോസ് ആർ കോസ് 90 മൈനസ് ആൽഫ ആണ്.
that is minus mgr sin alpha എന്ന് കിട്ടും. Then okay, നമ്മളിവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എഴുതി, ഇവിടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എഴുതിയിട്ടില്ല. T equal to half mv square, that is half small m into r dot square plus x dot square plus 2r dot x dot cos alpha. ഇനി L equal to t minus v എന്ന് എഴുതിയാൽ മതി. ഇതില് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പറയാം, ഞാൻ നേരത്തെ എന്താ ചെയ്യാൻ വെച്ചെന്ന് വെച്ചാല്, ഇതൊരു പ്യുവർ റോളിംഗ് ആണല്ലോ. പ്യുവർ റോളിംഗിന്റെ കൈനറ്റിക് എനർജി നമുക്ക് അറിയാം. ഞാൻ നേരത്തെ ചെയ്യാൻ പോയ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്യുവർ റോളിംഗിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എടുത്തു. അത് വെച്ച് ചെയ്യാനാണ് ഞാൻ നോക്കിയത്, പക്ഷെ അത് നടന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ പ്യുവർ റോളിംഗിന്റെ വെലോസിറ്റി ആർ ഡോട്ട് ഇങ്ങോട്ട്, ഈ ക്യാപിറ്റൽ എമ്മിന്റെ മൂവ്മെന്റ് മൂലം ഇങ്ങോട്ട് ഒരു വെലോസിറ്റി ഉണ്ട് എക്സ് ഡോട്ട്. ഇതൊരു പർട്ടിക്കുലർ ആംഗിൾ ആൽഫയിലാണ്. അതായത് ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ആയിരിക്കും ശരിക്കും ഇവിടുത്തെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയെ. രണ്ട് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ട്. ഈ റോൾ ചെയ്യുന്ന ബോഡിക്ക് രണ്ട് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെ റിസൾട്ട് ആയിരിക്കും ഒറിജിനൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ കിട്ടില്ല. എനിക്ക് കിട്ടിയില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും, അതെനിക്കറിയില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ റോള് ചെയ്യുന്ന ബോഡിക്ക് രണ്ട് തരം ട്രാൻസ്ലേഷൻ ഉണ്ട്. അതാണ് എക്സ് ഡോട്ടും ആർ ഡോട്ടും. അപ്പൊ എനിക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടിയില്ല. ഞാൻ ഒറിജിനൽ മെത്തേഡ് ചെയ്തു. ഈ മെത്തേഡ് കറക്റ്റ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ എം മാസിന് രണ്ട് തരം വെലോസിറ്റി ഉണ്ട്, റൊട്ടേഷനും ട്രാൻസ്ലേഷനും. റൊട്ടേഷൻ ഞാൻ സെപ്പറേറ്റ് എഴുതി, ട്രാൻസ്ലേഷൻ ഞാൻ സെപ്പറേറ്റ് എഴുതി. ട്രാൻസ്ലേഷൻ സെപ്പറേറ്റ് എഴുതിയപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റ് എടുക്കണം. അത്ര മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാകാത്തുണ്ടോ? ആ, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് ഹാഫ് എം വി സ്ക്വയർ വി സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ഞാൻ ഈ എഴുതിയേക്കുന്ന വി സ്ക്വയർ ആണ്. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ഡോട്ട് സ്ക്വയർ പ്ലസ്, അങ്ങനെയാ. ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെങ്കിൽ വെക്ടർ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ആൽഫയാണ്. അവിടെ എഴുതിയേക്കുന്ന വി സ്ക്വയർ ആണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കണം, എന്നാലും നമുക്ക് എക്സാമിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ റോൾ ചെയ്യുന്ന ബോഡിയിൽ രണ്ട് തരം വെലോസിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് തരം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതിന്റെ വെക്ടർ പ്രൊഡക്റ്റ് എടുക്കണം. അതാണ് ഇവിടുത്തെ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം. ഇഫ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വരും. ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം.
ഈ ആ വെക്ടർ സം ഒന്ന് ഓർത്തിരിക്കട്ടോ, നമുക്ക് പല പ്രോബ്ലത്തിൽ ആവശ്യം വരും. ആ വെക്ടർ സമേ, അതായത് ഏതെങ്കിലും ഒരു ബോഡി തന്നിട്ട് രണ്ട് ഡയറക്ഷനിലെ വെലോസിറ്റി വല്ലതും തന്നാൽ നമ്മൾ അതിന്റെ വെക്ടർ സം എടുക്കേണ്ടി വരും. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനൊന്നും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. കൺസിഡർ എ സർക്കുലർ disk of radius a and mass m. Rolls over a horizontal surface. Rolls over a horizontal surface without slipping. Without slipping. A pendulum of mass m and length L is attached to the circular disk. And makes oscillation. As shown. Find Lagrangian. A body which is rolling over a horizontal surface. A body of radius a and mass m. Let it be the origin and the distance it traveled is x. Radius is they have given that a simple pendulum is connected to the body and which is oscillating. Let the angle be theta. ഇതാണ് ഫിഗർ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ പ്രോബ്ലത്തിലെ ഡമ്മി മാസ് ഒറിജിൻ വെച്ച് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെ ഒരു ഒറിജിൻ എടുക്കുക, ഈ ദൂരം എക്സ് എന്ന് എടുക്കുക, ഡമ്മി മാസ് ഒറിജിൻ വെച്ച് ചെയ്യാതിരിക്കും. അപ്പം ചെയ്യുമ്പം നിങ്ങൾ ഈ റൊട്ടേഷണൽ എനർജി സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യാം. സിമ്പിൾ പെൻഡലിന്റെ മാസ് എം, മറ്റേതിന്റെ മാസ് എം. ഇത് ക്യാപിറ്റൽ എം ആക്കും കേട്ടോ. ഡിസ്കിന്റെ മാസ് ക്യാപിറ്റൽ എം ആക്കുക, സിമ്പിൾ പെൻഡലത്തിന്റെ മാസ് സ്മോൾ എം.
ഇന്ന് ഞാൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ ഇപ്പൊ കണ്ട മെത്തേഡിൽ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡമ്മി മാസ് ഒറിജിൻ എടുത്തും ചെയ്യാം. ഓക്കെ, 3 രീതി ചെയ്യാം. അല്ല, രണ്ട് രീതി. ഓക്കെ, ക്യാപിറ്റൽ എം എടുത്തു. ക്യാപിറ്റൽ എം ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ഈ ദൂരം എക്സ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് ഡോട്ട് എന്ന് വിളിക്കാം. ഒരു ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ്, ഇത് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും പറയുന്നില്ല, സോ പ്യുവർ റോളിംഗ് ആണ്. എക്സ് ഡോട്ട് ഈക്വൽ ടു എ ഒമേഗ എന്ന് പറയാം. പ്യുവർ റോളിംഗിന്റെ ഇക്വേഷൻ, പ്യുവർ റോളിംഗ് വി ഈക്വൽ ടു ആർ ഒമേഗ. ഇതാ ബോഡിയുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി, അതായത് ഞാൻ പറഞ്ഞത് എക്സ് ഡോട്ട്, ഇത് അതിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാം, എക്സ് ഡോട്ട് ഈക്വൽ ടു എ ഒമേഗ. ഇതിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എടുത്ത് ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയിൽ ആകെ ഒരേ ഒരു ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉള്ളൂ. അതായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രശ്നം. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബോഡിയിൽ 2 വെലോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി എടുത്ത് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയിൽ ഒരൊറ്റ വെലോസിറ്റി ഉള്ളൂ. ദെൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ക്യാപിറ്റൽ എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എടുത്തിരിക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തില് ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബോഡി, റോള് ചെയ്തുകൊണ്ടിരുന്ന ബോഡിയിൽ 2 തരം കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. സോ നമുക്ക് അതിന്റെ വെക്ടർ സം എടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ റോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ ഒരൊറ്റ ട്രാൻസ്ലേഷണൽ എനർജി ഉള്ളൂ, ട്രാൻസ്ലേഷണൽ വെലോസിറ്റി, ഒരൊറ്റ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഡിസ്ക് ആണ്, കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ദാറ്റ് ഈസ് 3/4 എം എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഞാനേ ഈ സിമ്പിൾ പെൻഡുലത്തിന് ഇവിടെ ഈ വെലോസിറ്റി ഉണ്ട്, എക്സ് ഡോട്ടും ഉണ്ട്, പിന്നെ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ മൂലമുള്ള വെലോസിറ്റി ഉണ്ട്. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ, നമുക്കിത് 2 തരത്തിൽ ചെയ്യാം കേട്ടോ, 2 തരത്തിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രീതി, ആ ഡമ്മി മാസ് പ്രോബ്ലം പോലെ ചെയ്യാം. അത് ആദ്യം ചെയ്യാം. ടു ഫൈൻഡ് ഒരു മിനിറ്റ്, നമ്മുടെ റെഫറൻസ് പോയിന്റ് ഞാൻ എടുക്കുന്നത് ഈ പോയിന്റ് ആണ്. യെസ്, ഞാൻ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത് ഈ പോയിന്റ് ആണ്. അത് എന്തിനാണെന്നറിയോ? ഈ ക്യാപിറ്റൽ എം മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി കളയാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് പി ഈക്വൽ ടു 0. സെന്റർ ഓഫ് മാസിലാണ് റെഫറൻസ് പോയിന്റ്. സെന്റർ ഓഫ് മാസിലാണ് റെഫറൻസ് പോയിന്റ് എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഓക്കെ, then to find kinetic energy and potential energy of pendulum, we have to take dummy origin. We have to take dummy origin. നമ്മൾ ഡമ്മി ഒറിജിൻ പ്രോബ്ലം കണ്ടതാണ്. ഇവിടെ നമ്മുടെ ഡമ്മി ഏതാണ്? ഇതാണ് നമ്മുടെ ഡമ്മി ഒറിജിൻ. ഈ പോയിന്റ് വെച്ച് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫൈൻ ചെയ്യും. പിന്നെ ഇത് ഡമ്മി ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇതിലേക്ക് ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡമ്മി ഒറിജിൻ പ്രോബ്ലത്തിന്റെ നമ്മൾ ഡമ്മി ആയിട്ട് ഒരു ഒറിജിൻ എടുക്കും, അതാണ് ഇത്. അത് വെച്ച് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിനെ ഡിഫൈൻ ചെയ്യും. നമ്മളിവിടെ ഡമ്മി ഒറിജിൻ എടുക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ 2 ബോഡിക്ക് വേണ്ടി നമ്മൾ ഡമ്മി ഒറിജിൻ എടുത്തിരുന്നു.
ഇതിനും വേണേ അങ്ങനെ എടുക്കാം. നമ്മൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡമ്മി ഒറിജിൻ ഫുൾ ആയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് കൈനറ്റ് പ്യുവർ റോളിംഗ് ആയതുകൊണ്ട് കൈനറ്റിക് എനർജി പെട്ടെന്ന് എഴുതാം. അതാണ് ഇതിന്റെ ഒരു ഗുണം. സോ നമ്മൾ ഡമ്മി ഒറിജിൻ എടുക്കുകയാണ് സിമ്പിൾ പെൻഡുലത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. വിത്ത് റെസ്പെക്ട് ടു ഡമ്മി, നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് പ്രൈം ഈക്വൽ ടു ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് എല്ല്. എക്സ് പ്രൈം ഈക്വൽ ടു ഇത് തീറ്റ ആണെങ്കിൽ എക്സ് പ്രൈം എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ ആയിരിക്കും. വൈ പ്രൈം ഈക്വൽ ടു താഴെയാണല്ലോ റെഫറൻസ് പോയിന്റ്, അതുകൊണ്ട് മൈനസ് എടുക്കാണ്, മൈനസ് കോസ് തീറ്റ. ഓക്കെ, നമ്മൾ ഡമ്മി ഒറിജിൻ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒറിജിനിലേക്ക് മാറ്റണം, ഈ പോയിന്റിലേക്ക് മാറ്റണം. Then ഇവിടെ എഴുതാം. ഓക്കെ, അടുത്ത പേജിൽ എഴുതാട്ടോ. എക്സ് പ്രൈം ഈക്വൽ ടു എൽ സൈൻ തീറ്റ, വൈ പ്രൈം ഈക്വൽ ടു മൈനസ് എൽ കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഡമ്മി ഒറിജിൻ. വിത്ത് റെസ്പെക്ട് ടു ഡമ്മി ഒറിജിൻ നമ്മുടെ കോർഡിനേറ്റ്സ് ഇതാണ്. ഇനി ഒറിജിനിലേക്ക് മാറ്റുവാണ്. എക്സ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ പ്ലസ് ഈ ദൂരം. ഇതാണല്ലോ നമ്മുടെ ഒറിജിൻ. എക്സ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ പ്ലസ് ഈ ദൂരം. വൈ ഈക്വൽ ടു ഒറിജിനിലേക്ക് മാറ്റുമ്പോ അവിടെ വൈ ഒന്നുമില്ല, അപ്പൊ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? നേരത്തെ ചെയ്ത പ്രോബ്ലം വെച്ച് ആലോചിക്കുക, അവിടെ വൈ ഇല്ല. ഓക്കെ, then x prime equal to L sin theta plus x, y equal to minus L cos theta. Then നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി സിമ്പിൾ പെൻഡുലത്തിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആണ്. ഇവിടെ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് ഇതിവിടെ 2x ഒന്നും വായിക്കരുത് കേട്ടോ, ഇത് വേറെ എക്സ് ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ കോർഡിനേറ്റ് ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ബോഡിയുടെ കോർഡിനേറ്റ് ആണ്. നമ്മൾ ഇപ്പൊ എഴുതിയ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതിയത് ഇതിന്റെ കോർഡിനേറ്റ് ആണ്. നമുക്കതിനെ സിമ്പിൾ പെൻഡുലം എന്നാക്കാം, അതാ നല്ലത്. എക്സ് സിമ്പിൾ പെൻഡുലം അപ്പൊ കുഴപ്പമില്ല. ദെൻ അതിന്റെ ഹാഫ് എക്സ് സിമ്പിൾ പെൻഡുലം ഡോട്ട് സ്ക്വയർ. ഓക്കെ, ദെൻ ഇതിന്റെ എക്സ് ഡോട്ട് എടുത്താൽ വൈ കോസ് തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട്. എക്സ് ഡോട്ട് സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് 2l എക്സ് ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ. വൈ ഡോട്ട് എടുത്താൽ എന്ത് കിട്ടും? എൽ സൈൻ തീറ്റ തീറ്റ ഡോട്ട് വൈ ഡോട്ട് സ്ക്വയർ എൽ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ. എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ എന്ത് കിട്ടും? എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് 2l എക്സ് ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 2l എക്സ് ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ
2m into x 12x dot cos theta. Okay. Then സിമ്പിൾ പെൻഡുലത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgy ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mg into minus mg L cos theta. mgys സിമ്പിൾ പെൻഡുലത്തിന്റെ കോർഡിനേറ്റ് മൈനസ് mg L cos theta. ഇനി ലഗ്രാഞ്ചിന് എഴുതാലോ. ലഗ്രാഞ്ചിന് ഈക്വൽ ടു ആദ്യത്തെ കൈനറ്റിക് എനർജി 3/4 mx dot square plus half into ഇത് ക്യാപിറ്റൽ M ആണ്, സ്മോൾ m x dot square plus L square theta dot square plus 2L x dot theta dot cos theta മൈനസ് ബി ആണ്, മൈനസ് mg L cos theta. ഇതാണ് ആൻസർ. അവിടെ സ്ഫിയറിന്റെ ട്രാൻസ്ലേഷണൽ മോഷൻ ഇവിടെ സ്ഫിയറിന് ട്രാൻസ്ലേഷൻ മോഷൻ കൺസിഡർ ചെയ്തിട്ടില്ലേ? റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് റൊട്ടേഷൻ റോളിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്നത്. T equal to half m v square into 1 plus k square by r square. ഇത് റോളിംഗ് കൈനറ്റിക് എനർജി ഓഫ് ദ റൊട്ടേറ്റിംഗ് ബോഡി അല്ല, റോളിംഗ് ബോഡിയാണ്. അവിടെ ട്രാൻസ്ലേഷനും വരും റൊട്ടേഷനും വരും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ റൊട്ടേഷൻ ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് എഴുതണം, ട്രാൻസ്ലേഷൻ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറിന് എഴുതണം. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരുമിച്ച് എഴുതിയേക്കുന്നതാണ് ഈ റോളിംഗ് കൈനറ്റിക് എനർജി ഓഫ് ദ റോളിംഗ് ബോഡി. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരുമിച്ച് എഴുതാൻ പറ്റിയില്ല ഇത് രണ്ടും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും ചെയ്തത്. എന്തുകൊണ്ട് ഒരുമിച്ച് എഴുതാൻ പറ്റിയില്ല? റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് രണ്ട് ഡയറക്ഷനിൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റി വന്നു, അതുകൊണ്ട് ഒരുമിച്ച് എഴുതാൻ പറ്റിയില്ല. പക്ഷെ ഈ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് റൊട്ടേഷൻ എനർജി ട്രാൻസ്ലേഷൻ എനർജി സ്പിയറിന്റെ അല്ല സർക്കിളിന്റെ ഒരുമിച്ച് എഴുതാം. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തില്? കേട്ടില്ല. ഇനി ഞാൻ ഈ പ്രോബ്ലം വേറൊരു രീതിയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അതായത് ഡമ്മി ഒറിജിൻ എടുക്കാതെ ചെയ്യാം നമുക്ക് ഈ പ്രോബ്ലം. ഓക്കെ, ഇനി ഞാൻ ഈ പ്രോബ്ലം ഡമ്മി ഒറിജിൻ എടുക്കാതെ ചെയ്യാൻ പോവാണ്. ഈ പ്രോബ്ലം ചെയ്തതിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡമ്മി ഒറിജിൻ എടുത്ത് ചെയ്തതില്? ഓക്കെ, ഒരു 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 സിമ്പിൾ പെൻഡുലത്തിന്റെ സാധാ സിമ്പിൾ പെൻഡുലം വെറുതെ കെട്ടിയിട്ടേക്കുന്നു. അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ ആണ്. എന്നാൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ തീറ്റ ഡോട്ട് ആണ്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ടാൻജന്റ് ആയിരിക്കും. സോ ഈ പർട്ടിക്കുലർ മൊമെന്റിൽ ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ആർ തീറ്റ ഡോട്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ് ഡോട്ട് ഈ സിമ്പിൾ പെൻഡുലത്തിന് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഒരു എക്സ് ഡോട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു എക്സ് ഡോട്ട് ഈ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് വെലോസിറ്റി ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. വെലോസിറ്റി രണ്ടും വെക്ടർ ആണല്ലോ. ഈ ആംഗിൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താലേ
നമുക്ക് കുറച്ചു മുമ്പ് നമ്മൾ ആ വെക്ടർ അഡീഷൻ ചെയ്ത പോലെ ചെയ്യാം. അതാണ് ചിലപ്പോൾ ഡബ്ല്യു ഒറിജിൻ എടുക്കുന്നതിനെക്കാട്ടി എളുപ്പം. പക്ഷെ ഈ ആംഗിൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അത് മാത്രമേ ഇവിടുത്തെ പ്രശ്നമുള്ളൂ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇത് തീറ്റ, അത് തീറ്റ ആയതുകൊണ്ട് ഇതെന്തായാലും തീറ്റ ആയിരിക്കും. ഇതും ഈ ടാൻജന്റും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. പെൻഡുലത്തിന്റെ ലെങ്ത്തും അതിന്റെ വെലോസിറ്റിയും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇതും ഈ എക്സ് ഡോട്ടും 90 ഡിഗ്രിയിലാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ തീറ്റയാണ്. സോ ആർ തീറ്റ ഡോട്ടും എക്സ് ഡോട്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ദെൻ ഇതിന്റെ കൈനറ്റിക് എനർജി നമുക്ക് എഴുതാം. ടി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു വെക്ടർ അഡീഷൻ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് 2 ആർ എക്സ് ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ. ഇത് തന്നെയല്ലേ കുറച്ചു മുമ്പ് നമ്മൾ എഴുതിയ കൈനറ്റിക് എനർജി? അവിടെ ഇവിടെ ആറിന് വരെ അല്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഹാഫ് എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആർ എക്സ് ഡോട്ട് തീറ്റ ഡോട്ട് കോസ് തീറ്റ. നമ്മളെ ഡമ്മി ഒറിജിൻ എടുക്കാതെ സിമ്പിൾ ആയിട്ട് എഴുതിയത് കണ്ടോ? ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ വെക്ടർ സമ്മ. മിക്കവാറും എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ ആംഗിള് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവും. ഇതിൽ ആംഗിൾ കണ്ടെത്താൻ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഡമ്മി ഒറിജിൻ പ്രോബ്ലം വെച്ച് ചെയ്യാം. കുറച്ച് ലെങ്തി ആണെങ്കിലും തെറ്റിപ്പോകാൻ സാധ്യത കുറവാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനിപ്പോ 2 മെത്തേഡിൽ ചെയ്തേക്കുന്ന കണ്ടില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന 2 ട്രാൻസ്ലേഷണൽ വെലോസിറ്റിനെയാണ് കേട്ടോ നമ്മൾ ഈ എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്ടർ അഡീഷൻ എടുക്കുക. ഇങ്ങനെ റോളിംഗ് മോഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് റോൾ ചെയ്യുന്ന ബോഡിക്ക് ഇത് എടുക്കരുത്. അതിന് റൊട്ടേഷൻ എനർജി പ്ലസ് ട്രാൻസ്ലേഷൻ എനർജി ഒന്നിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റോളിംഗ് എനർജി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഈ കേസിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ആർ തീറ്റ ഡോട്ട് ഇങ്ങോട്ടൊരു എക്സ് ഡോട്ട്, അത് രണ്ടും കൂടെ വെക്ടർ അഡീഷൻ ചെയ്യും. നിങ്ങൾ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞ് ഇത് എഴുതി വെച്ചാൽ മതി. അനദർ മെത്തേഡ് ടു ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ പെൻഡുലം. ഞാൻ എഴുതരാം. അനദർ method to find the kinetic energy of simple pendulum. ഇതിന് ഒരു ആർ തീറ്റ ഡോട്ട് ഉണ്ട്. ആർ തീറ്റ ഡോട്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും ആ ഓസിലേഷന് ടാൻജൻഷ്യൽ ആയിരിക്കും, ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങോട്ടൊരു എക്സ് ഡോട്ട് ഉണ്ട്. ഈ ആംഗിൾ തീറ്റയാണ്. സോ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഇത് രണ്ടും 90 ഡിഗ്രിയിലായതുകൊണ്ട് ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇതും 90 ഡിഗ്രിയിലായതുകൊണ്ട് ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. Then r theta ഡോട്ടും എക്സ് ഡോട്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ. Then t equal to half mv square. This is equal to half m into r square theta dot square plus x dot square plus 2r x dot theta dot cos theta. ഇവിടെ ഞാൻ ആർന്ന് എടുത്തേക്കുന്ന ഈ ലെങ്ത് ആണ്. ലെങ്ത് അപ്പൊ നിങ്ങൾ എല്ലെന്ന് മാറ്റിയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. മിക്കവാറും എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ ചെയ്യാം. പക്ഷെ റോളിങ് വരുമ്പോ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. റോളിങ് വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല.
ഇങ്ങനെ ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ട് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി തമ്മിൽ നമുക്ക് വെക്ടർ അഡീഷൻ എടുക്കാം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. നിങ്ങൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഈ മെത്തേഡ് വെച്ചൊന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. എത്രയാന്ന് വെച്ചാ, ഒരു തിൻ റോഡ്, അതിൽ ഒരു ചെറിയ ബോഡി താഴത്തോട്ട് വരുവാണ്. റോളിംഗ് ഒന്നുമല്ല, വെറുതെ ട്രാൻസ്ലേഷൻ. ഒരു ബോഡി, ഈ ദൂരം 6. ഈ സംഭവം ഇല്ലേ, ഏത് സംഭവം? ഈ തിൻ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തീറ്റ. ഫൈൻഡ് ലഗ്രാഞ്ച്. ജിബി, ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ? നമ്മൾ റൊട്ടേഷൻ എനർജി ട്രാൻസ്ലേഷൻ എനർജി സെപ്പറേറ്റ് എഴുതി. ഹലോ, ഓക്കെ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. നമ്മൾ ഇപ്പൊ കണ്ട മെത്തേഡ് വെച്ചിട്ട്. തിൻ റോഡിന് മാസ് ഒന്നുമില്ല, അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ട. ഈ ബോഡി മാത്രമേ ഉള്ളൂ. ഈ ബോഡിയുടെ മാസ് m. ബോഡി താഴത്തോട്ട് വരുന്നുണ്ട്. ദെൻ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ r ഡോട്ട്. ഇതൊരു തീറ്റ ആംഗിളിൽ കറങ്ങുകയാണ്. നമ്മൾ സിമ്പിൾ പെൻഡിൽ എടുത്ത് മുകളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. സിമ്പിൾ പെൻഡുലത്തിന്റെ വെലോസിറ്റി, ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ r തീറ്റ ഡോട്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി r തീറ്റ ഡോട്ട് ആണ്. ഈ r തീറ്റ ഡോട്ട് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എങ്ങനെ കിട്ടിയതാ? നമ്മൾ ആ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എടുത്താൽ മതി. r തീറ്റ ഡോട്ട് ആട്ടോ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി. അല്ലെങ്കിൽ ഇതിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു r തീറ്റ ഡോട്ട് ബി. അതല്ല. ഇത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ r തീറ്റ ഡോട്ട് ആണ്. സോറി, ഒമേഗ അല്ല. v ഈക്വൽ ടു r ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ തീറ്റ ഡോട്ട് ആണല്ലോ. ദാറ്റ് ഈസ് v ഈക്വൽ ടു r തീറ്റ ഡോട്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി r തീറ്റ ഡോട്ട്. ഞാൻ ഇതിന്റെ ലഗ്രാഞ്ചിന് എഴുതുവാണ്, L ഈക്വൽ ടു t മൈനസ് v. നമുക്ക് ലഗ്രാഞ്ചിന് എഴുതുമ്പോൾ ഈ കൈനറ്റിക് എനർജിനെ ഹാഫ് mv² എന്ന് എഴുതാം. ഈ v² എന്ന് പറയുന്നത് നമ്മളുടെ രണ്ട് വെലോസിറ്റിയുടെ വെക്ടർ പ്രൊഡക്റ്റ് ആണ്. മൈനസ് v ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഈ ദൂരം. ഇത് r ആണെങ്കിൽ ആ ദൂരം എന്ന് പറഞ്ഞാൽ r cos θ ആണ്. r cos θ. ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാ എന്ന് പറഞ്ഞാല് ഈ r തീറ്റ ഡോട്ട് എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും, r തീറ്റ ഡോട്ട്. പിന്നെ ഇത് ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, സെന്ററിലേക്കുള്ള ദൂരത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു r ഡോട്ട് സ്ക്വയർ പ്ലസ് r സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 2r r ഡോട്ട് തീറ്റ ഡോട്ട് കോസ് 90 ഡിഗ്രി മൈനസ് mgr കോസ് തീറ്റ. കോസ് 90 ഡിഗ്രി 0 ആയി പോകും, ഈ ടേം ഫുൾ 0 ആയി പോകും. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഹാഫ് m ഇൻറ്റു r ഡോട്ട് സ്ക്വയർ പ്ലസ് r സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് mgr കോസ് തീറ്റ. ഈ പ്രോബ്ലം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് എങ്ങനെയാണ്? കൈനറ്റിക് എനർജി എഴുതുമ്പോൾ രണ്ട് തരം കൈനറ്റിക് എനർജി, ടി റൊട്ടേഷൻ, ടി ട്രാൻസ്ലേഷൻ.
ടി റൊട്ടേഷന്റെ ഇക്വേഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ടി ട്രാൻസ്ലേഷന്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ എഴുതിയത്. അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എറർ കുറയ്ക്കും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഈ തീറ്റയോ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയാൽ ഫുള്ള് തെറ്റും. ഓക്കെ, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രണ്ട് മെത്തേഡ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും. ഓക്കെ, നമുക്ക് ക്ലാസ് ഇത് മതി, അതിന്റെ ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിബി, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മളെ ഡബിൾ പെൻഡിലല്ലേ, അതിങ്ങനെ ചെയ്യാം. ഡബിൾ പെൻഡിലെ പറഞ്ഞോ. അതിലാണെങ്കിൽ നമ്മള് സ്മോൾ ആംഗിൾ, സാറിന് കേൾക്കാമോ? കേക്കാം. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുത്ത് തെറ്റിപ്പോയത്. നമ്മൾ അല്ല തെറ്റിയില്ല, നമ്മളെടുത്തത് 1 - θ² അത്ര എടുക്കണം എന്നാണ് പറഞ്ഞ്. പക്ഷെ അത്ര എടുത്താൽ നമുക്ക് കിട്ടത്തില്ല, 1 എടുത്താലും കിട്ടത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ മാറ്റി എടുക്കണം അല്ലേ സർ? സാധാരണ അപ്രോക്സിമേഷൻ എടുക്കാൻ പറയാറ് സെക്കൻഡ് ഡിഗ്രി വരെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ മറ്റേത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ സാധാരണ എപ്പോഴും അപ്രോക്സിമേഷൻ എടുക്കുക സെക്കൻഡ് ഡിഗ്രി വരെയാണ്. അതൊന്ന് ഓർത്തിരുന്നു കേട്ടോ, എപ്പോഴും 1 എടുക്കരുത്. ഇനിയിപ്പോ ആ ഓപ്ഷൻ ഇല്ലെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ സാർ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല. ഒരു ഇതിന്റെ മുകളിൽ ഒരു ഇതല്ലേ, ഒരു സ്ഫിയറിന്റെ മുകളിൽ മറ്റൊരു സ്ഫിയർ, ആ ക്വസ്റ്റ്യൻ അല്ലേ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല സാർ. പിന്നെ നമ്മൾ വർഷത്തിൽ പ്രൊജക്ട് അതുണ്ട്. പിന്നെ മറ്റേ ഇതില്ലേ, എക്സാമിന് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമില്ലേ, ഇതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനത് ചെയ്തു നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ പിന്നെ വർക്ക്ഷീറ്റിൽ തന്ന ക്വസ്റ്റ്യൻ, അത് രണ്ടും കൂടെ എനിക്ക് ചെയ്യണം. പിന്നെ എക്സാമിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നില്ലായിരുന്നോ, Z = some constant into x² + y². ജിബി എന്നോട് ചോദിച്ചില്ലേ, കിട്ടിയോ? അത് കിട്ടി. നമുക്ക് കിട്ടാത്ത ബൈക്കിന്റെ ആയിരുന്നു. അതിലൊരു ഇക്വേഷൻ തന്നിട്ടില്ലേ, Z = ബൈക്കിന്റെ തന്നെ. അതിന് ഇക്വേഷൻ ഇങ്ങനെയല്ലേ തന്നേക്കുന്നേ? അതെ, ഇത് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതൊരു പരാബ്ലോയിഡ്, ആ സാധനം ഐഡന്റിഫൈ ചെയ്യണം. വേറെ Z ഇതിനെ x² + y² = r² എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അതിന്റെ ഫിഗർ നമുക്ക് ഇങ്ങനെ വരയ്ക്കണം, എന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഫിഗർ അങ്ങനെ വരയ്ക്കുക, ഈ ആംഗിൾ എടുക്കുക, ഈ ആംഗിൾ ഒരു θ എടുക്കുക. ദെൻ ഇവിടെ ഇങ്ങോട്ടൊരു, ഈ ബൈക്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടാവും, ഇങ്ങോട്ട് താഴത്തോട്ട് mg ഉണ്ടാവും. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടെത്തിയാൽ മതി. ചെയ്യാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒന്നും ചെയ്തു തരാം. ഇങ്ങനെ ചെയ്യാട്ടെ, ഇത് പരാബ്ലോയിഡ് ആണെന്ന് കിട്ടിയാല് നമുക്ക് ബാക്കി തന്നെ ചെയ്യാം.
ആണ്. അതില് ഉം. അങ്ങനെ ഒരു സർക്കുലർ മോഷൻ നടത്തുന്നുള്ളതായിട്ട് പറയുന്നില്ലല്ലോ സർ. ആ ബൈക്കുകാരൻ അല്ലേ പിന്നെ ഇങ്ങനെ കോൺസ്റ്റന്റ് ഹൈറ്റ് വരുന്നല്ലേ? ബൈക്കുകാരൻ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങുമല്ലേ. അപ്പൊ നമ്മൾ ചെയ്ത ഫോണിന്റെ പ്രോബ്ലം പോലെ തന്നെ. അതന്നെ. പക്ഷെ അതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ചെയ്തില്ലേ പ്രശ്നം. ചെയ്യണം. അത് ചെയ്യാനാണ് അവർ ആ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കാം. പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജൂണിലാണോ